അമേരിക്കക്കെതിരെ ഇറാന്റെ വൻ തിരിച്ചടി എന്ന വാർത്ത വരുന്നു. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ നേരെ ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. 4 ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിലെ ബെയ്ത് ഷെമേഷിൽ മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. UAE-യിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 58 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. കുവൈറ്റിലും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഒരാൾ കൊല്ലപ്പെട്ടു, 32 പേർക്കാണ് പരിക്കേറ്റത്. ഹോർമൂസ് കടലിടുക്കിൽ കൂടുതൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇതിനിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ശത്രുക്കളുടെ സൈനിക താവളങ്ങൾ നശിപ്പിക്കുമെന്നും പരമോന്നത നേതാവിന്റെ കാൽപ്പാടുകൾ പിന്തുടരുമെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന് അയൽ രാജ്യങ്ങൾക്ക് ഇറാൻ സന്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KR ഗോപികൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. GKE തിരിച്ചടിയെന്ന് പറയുക മാത്രമല്ല, ഇപ്പോൾ അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ കൂടി ആക്രമിച്ചിരിക്കുകയാണ് ഇറാൻ. നിലവിലെ സാഹചര്യം എന്താണ് GK? ഡോക്ടർ ഉന്മേഷ്, ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ ഏറ്റവും വലിയ ശക്തമായ ഒരു പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പറയാം. ഇതാദ്യമായിട്ടാണ് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്കറിയാം, 2003 ഇറാഖ് അധിനിവേശ നീക്കങ്ങളുടെ ഭാഗമായി അമേരിക്ക സജ്ജമാക്കിയ അതേ സൈനിക കരുത്ത്, ഒരുപക്ഷെ 2003 ശേഷം ഇത്ര വലിയ ഒരു സൈനിക സജ്ജീകരണം അമേരിക്ക ഒരു മേഖലയിൽ ഒരുക്കിയിട്ടില്ല. അത്രത്തോളം ശക്തമായ സൈനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. അതിൽ അമേരിക്കയ്ക്ക് കരുത്തു പകർന്നിരുന്ന 2 യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ, മറ്റൊന്ന് USS ജെറാൾഡ് ഫോർഡ് എന്നീ 2 യുദ്ധക്കപ്പലുകളാണ്. ഈ മാസം 14-ാം തീയതിയാണ് USS ജെറാൾഡ് ഫോർഡിനെ ഇസ്രായേൽ തീരത്തേക്ക് അമേരിക്ക കൊണ്ടുപോകുന്നത്. അത് ഇറാന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ യുദ്ധക്കപ്പൽ ഇസ്രായേൽ തീരത്തേക്ക് എത്തിയത്. അതിന് തൊട്ട് മുൻപ് എത്തിയ കപ്പലാണ്, ആ പടക്കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. നമുക്ക് ആ യുദ്ധക്കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷത, അതിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, മിസൈലുകളെ തടുക്കാനുള്ള ശേഷിയുണ്ട്, ഏതാണ്ട് 90-നും 100-നും ഇടയ്ക്ക് യുദ്ധവിമാനങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ആ യുദ്ധക്കപ്പലിൽ 5000-ഓളം വരുന്ന അമേരിക്കൻ സൈനികരുണ്ട്. ഈ യുദ്ധക്കപ്പലാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രൈഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, അമേരിക്കയ്ക്ക് വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. ഈ യുദ്ധക്കപ്പൽ മിസൈലിട്ട് തകർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമിച്ചിരിക്കുന്നു ഇറാൻ എന്നുള്ള ഒരു അവകാശവാദമാണ് ഇറാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഈ യുദ്ധക്കപ്പൽ തകർത്തു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ശക്തമായ ആക്രമണത്തിന്റെ സൂചനയാണ്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞത്, ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഞങ്ങളെ ശക്തമായി ആക്രമിക്കുമെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം എന്ന ഒരു മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു. അതിനുശേഷം അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന്റെ ഭാഗത്തുണ്ടായ ആദ്യ പ്രതികരണം ഇതിന് ഞങ്ങൾ പകരം ചോദിക്കും എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി ഇറാനിലെ ഈ പ്രത്യാക്രമണം കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിസൈൽ ആക്രമണം ഇറാൻ തുടരുന്നതിനിടയിലാണ് അമേരിക്കയിലെ USS എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ യുദ്ധക്കപ്പൽ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 90-ഓളം യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള 5000-ഓളം അമേരിക്കൻ സൈനികരുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള യുദ്ധക്കപ്പൽ അമേരിക്ക കൊണ്ടുപോയി നിർത്തിയത് ഇറാന്റെ പ്രത്യാക്രമണത്തെ നേരിടാൻ വേണ്ടി തന്നെയാണ്. ആ മേഖലയിൽ ആദ്യം ഇസ്രായേൽ തീരത്തെത്തിയ കപ്പലും USS എബ്രഹാം ലിങ്കനാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് കുറെ കൂടി ഇറാന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായി USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ കൂടി കൊണ്ടുവന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ, ഇറാന്റെ അവകാശവാദം ശരിയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തിലേറ്റ കനത്ത തിരിച്ചടിയാണ് എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക്, അമേരിക്കയുടെ നാവികസേനയുടെ നീക്കങ്ങൾക്ക്, യുദ്ധമുഖത്തെ അമേരിക്കയുടെ ഇടപെടലുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന, കൂടുതൽ പ്രാമാണിത്വം നൽകുന്ന, കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണ് USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡ് ഫോർഡും പോലെയുള്ള യുദ്ധക്കപ്പലുകൾ അടങ്ങുന്ന ആ ഗ്രൂപ്പ്. അതിൽ വലിയ ഒരു തിരിച്ചടി ഇപ്പോൾ ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റിരിക്കുന്നു. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് സ്വന്തം നാട്ടിൽ മറുപടി പറയേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ ആക്രമണം കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം. നേരത്തെ തന്നെ നമുക്കറിയാം,
ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപിതമായ വിദേശ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഇറാനുമേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെയുള്ള പ്രിയോറിറ്റി കുറയ്ക്കുക, അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. യുദ്ധം ഒരു കാലത്തും അമേരിക്കയ്ക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നും അമേരിക്കയുടെ ആവശ്യങ്ങളും അമേരിക്കൻ ജനതയുടെ പ്രശ്നങ്ങളും മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വിദേശ നയമായിരിക്കും ഇനി ഉണ്ടാവുക എന്നൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനം നൽകുകയും ഒരു നയമായി അവതരിപ്പിക്കുകയും തന്റെ പ്രസംഗങ്ങളിൽ തന്റെ മുൻഗാമികളെ ഈ മറ്റു രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്തതിന് നിരന്തരം വിമർശിക്കുകയും ചെയ്ത ഡൊണാൾഡ് ട്രംപ് ഇതൊന്നും പക്ഷേ പാലിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. വെനസ്വേലയിൽ സംഭവിച്ചത് അതാണ്. മറ്റു പല മേഖലകളിലും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ കാരണമായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇറാന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ. അങ്ങനെ സ്വന്തം വിദേശ നയങ്ങൾക്ക് വിരുദ്ധമായി, സ്വന്തം പ്രഖ്യാപനങ്ങൾക്കും സ്വന്തം ജനതയ്ക്ക് നൽകിയ ഉറപ്പിനും വിരുദ്ധമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഇസ്രായേലിന് വേണ്ടി ആക്രമിക്കുമ്പോൾ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ്, ഏറ്റവും പുതിയ ഉദാഹരണമാണ് അമേരിക്കയുടെ അഭിമാനമായി കൊണ്ടുവന്നിരുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന യുദ്ധക്കപ്പൽ ആക്രമിച്ചു എന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏതായാലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായ ഒരു അറിയിപ്പ് എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എല്ലാവരും ഇത് കോട്ട് ചെയ്ത് മാത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധമുഖത്തേറ്റ ഏറ്റവും കനത്ത തിരിച്ചടിയാണ് ഈ പ്രത്യാക്രമണത്തിൽ അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ അഭിമാനമായ ഈ യുദ്ധക്കപ്പലിന് ഏറ്റിട്ടുള്ള ഈ ദുരവസ്ഥ. ഏതായാലും 5000 അമേരിക്കൻ സൈനികർ അതിനകത്തുണ്ട്. 90ഓളം വരുന്ന യുദ്ധ വിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ ഒരുപക്ഷെ അതിരൂക്ഷമായ ആക്രമണത്തിലേക്ക് കടക്കുക എന്നത് ആയിരിക്കും. അതിന്റെ സൂചനകൾ ഇതിനോടകം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. ഇറാൻ എങ്ങനെയാണോ തങ്ങളെ പ്രത്യാക്രമണത്തിലേക്ക് വരുന്നത്, അതിനെ നേരെ വിപരീതമായ അല്ലെങ്കിൽ അതിന് ഏറ്റവും ശക്തമായ രീതിയിലുള്ള തിരിച്ചടിക്ക് ഇറാൻ തയ്യാറെടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഏതായാലും ആ തരത്തിലുള്ള വിവരങ്ങളാണ് ഡോക്ടർ ഉന്മേഷ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്.